Good evening. ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രീമിയർ ഫുട്വെയർ ലെറ്റ്സ് ഡാൻസ് സീസൺ 2 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർ. നമുക്ക് സ്വാഗതം ചെയ്യാം our very own panel of judges. Welcome Laila Majnu, Romeo Juliet, നമ്മുടെ ചീഫ് ജഡ്ജ് ഷാന്തി മാസ്റ്റർ. Thank you judges and welcome to Premier Footwear Let's Dance Season 2. നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ സ്വാഗതം ചെയ്യാം. A warm welcome to Firoz and Shamir. ഹായ്. ഇത് കണ്ട അടുത്തതായി ഞങ്ങൾ ചെയ്യാൻ പോകുന്ന റെപ്ലിക്ക റൗണ്ടാണ്. മാട്രാനിലെ തീയെത്തി എന്ന സോങ്ങാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ കുറച്ച് കഷ്ടപ്പാടും ഉണ്ട്. പിന്നെ നിങ്ങളെല്ലാം കാണണം, തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഏത് റൗണ്ടാണ്? റെപ്ലിക്ക റൗണ്ട്. ഓക്കെ, എന്താ ഇത്ര സ്നേഹം കെട്ടിപ്പിടിച്ചോണ്ടാണല്ലോ വരുന്നത്? ക്യാരക്ടറിലാണോ? ഓക്കെ, ഏത് പാട്ടാണ് സെലക്ട് ചെയ്തത്? മാട്രാനിലെ തീയെത്തി. സൂര്യ സർ ക്യാരക്ടർ ആണെന്ന് പറഞ്ഞവര്. എന്താ ക്യാരക്ടർ? നിങ്ങൾ ആരാണ്? എന്താണ്? രണ്ട് സൂര്യ. രണ്ട് സൂര്യ. എന്താണ് സൂര്യ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ കാരണം എന്താണ്? എന്താ അത്? എന്തുവാ ഒട്ടി നിൽക്കാണോ ഒട്ടി പറന്നതാണോ? പിറന്നായിട്ടാണ്. ഫിറോസ് ഷമീർ, ഈ ഒരു റെപ്ലിക്ക റൗണ്ട് സൂര്യ പോലെ തന്നെ ഉണ്ടാവോ? ട്രൈ ചെയ്യാം അല്ലേ? നിങ്ങളുടെ ഉത്തരം തന്നെ ഞാൻ തന്നെ പറയാം. ട്രൈ ചെയ്യാം. അപ്പൊ ഗുഡ് ലക്ക് ഫോർ ദിസ് പെർഫോമൻസ്. നന്നായിട്ട് പെർഫോം ചെയ്യാം. താങ്ക് യു. വെൽക്കം. இது மாலை மயங்கும் வேளையா, நீ வா வா கை கூட, இருவிழிகள் ஆடும் வேட்டையா, நீ வா வா மெய் சேர, கண்ணோடு உதடு பேசுமா, கையோடு இளமை சேருமா, கஜலாடும் நெஞ்சம் மேங்குமா, கன நேரம் உள்ளம் தூங்குமா. அடி ராங்கனி 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 என்னை ரம்மிலூர போடு, இனி காமினி 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 நெருங்காமல் நெருங்கியாடு, செம்மாங்கனி மாங்கனி மாங்கனி இரு கண்ணம் தந்த சூடு, உயிர் வாங்கினி 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 இது இரவு காடு, இலையை தேடு தீய தீயரா தீயே இரு தீயே தீண்ட தீண்ட தீர்ந்தியே, தீய தீயரா தீயே இரு தீயே தீர தீர சேர்ந்தியே. அழகான வார்த்தை நீ என்றால் முற்றுப்புள்ளி வெட்கம், மெதுவாக உன்னை வர்ணித்தால் மொழியை சொக்கி நிற்கும், அனச்சிதை வெல்லாமல் பெண்ணில் மின்சாரம், இருவரி கவிதைகள் இன்னும் இதழாகும், அடமேலுதட்டை கீழுதட்டை ஈரம் செய்யும் நேரம், உயிர் மேலிருந்து கீழிறங்கி என்னென்னமோவாகும், இது தீண்டலுக்கும் தூண்டலுக்கும் இடையில் உள்ள மோகம், மொத்தத்தேரில் மூழ்க முன்னேறும் தீயே தீயே ஏ தீயே
ராங்கனி 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 என்னை ரம்மில் ஊற போடு இனி காமினி 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 நெருங்காமல் நெருங்கியாடு செம்மாங்கனி மாங்கனி மாங்கனி இரு கண்ணம் தந்த சூடு உயிர் வாங்கினி 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 இது இரவு காடு இரையை தேடு தீய தீயரா தீயே இரு தீயே தீண்ட தீண்ட தீர்ந்தியே தீய தீயரா தீயே இரு தீயே தீர தீர சேர்ந்தியே We'll go for a short break and be right back only on Premier Footwear. Let's Dance Season 2. ഒരു സ്റ്റേജിൽ എത്രത്തോളം ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. വെരി ഗുഡ് എഫേർട്ട്. मेरी अधूरी प्यास प्यास तू आ गई मन को रास रास अब तो तू मेरी अधूरी प्यास प्यास तू आ गई मन को रास रास अब तो तू आजा पास पास I appreciate the attempt of yours to do this because ഇതിന് വേണ്ട നല്ല ഒരു സേഫ്റ്റി മെഷറോ അല്ലെങ്കിൽ ഇതിന് വേണ്ട ട്രെയിനിങ് ഒന്നും ഇല്ലാതെ നമ്മൾ ഇതുപോലെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. ആലാപം നിറഞ്ഞേ ആഘോഷം തുടങ്ങാം എല്ലാരും അണഞ്ഞാട്ടെ കുത്താട്ടം പിടിക്കാൻ പൂത്തുമ്പി കുടുംബം ഒന്നോടെ നിറഞ്ഞാട്ടെ. ഗ്രൂപ്പായിട്ട് കളിക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. പ്ലസ് കോറസ് നീ രണ്ടാൾക്കാരും നിങ്ങൾ ജിഷ്ണുവും പാടിയിട്ടില്ല സോയദും പാടിയിട്ടില്ല ഫുൾ സോങ് അവിടെയാണ് പാടിയത്. ഫുൾ സോങ് അത്രയും ഇല്ല. പിന്നെ ഓവറോൾ പെർഫോമൻസ് നോക്കുമ്പോൾ ഇറ്റ് വാസ് എ വെരി ഗുഡ് എനർജി ലെവൽ, ഗുഡ് പെർഫോമൻസ്. ലിറ്റിൽ ബിറ്റ് കോർഡിനേഷൻ ഹാസ് ടു ബി ഡൺ. ഫിറോസ് ഷമീർ കുറച്ച് ബുദ്ധിമുട്ടില്ലേ ഇങ്ങനെ സാമീസ് ബ്രദേഴ്സ് ആയിട്ട് കളിക്കാൻ? ഇല്ലേ? കുറച്ച് ഹാൻഡ് മൂവ്മെന്റ്സ് ഒക്കെ. എന്തായാലും നമുക്ക് കമന്റ്സിലേക്ക് പോകാം. ശാന്തി മാസ്റ്റർ വിൽ സ്റ്റാർട്ട് ഫ്രം യു. വെരി ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റ് ആണ് ഇത്. ഒരു റെപ്ലിക്ക റൗണ്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ സിനിമയിൽ ആക്ച്വലി ഒരു കമ്പാരിസൺ ഉണ്ടാവും. വെൻ വി സേ റെപ്ലിക്ക ആസ് നമുക്ക് ഒറിജിനലി സിനിമയിൽ കണ്ടതും ഇവിടെ വരുമ്പോൾ അതെങ്ങനെ നിങ്ങൾ കൊണ്ടുവരുന്നു. അപ്പം വളരെ ബുദ്ധിപൂർവമായിട്ട് നിങ്ങൾ കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ ദ ഓപ്പണിംഗ് ഓഫ് ദ സോങ് ഒരു ഫീമെയിൽ ലിറിക്സ് ആയിരുന്നു. അപ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വേറെ ആരെയും കൊണ്ടുവരാതെ യു ഷോഡ് ദ സിനിമ ക്ലിപ്പിംഗ്. ഈ ഒറിജിനൽ പാട്ടിൽ വന്ന് ക്ലിപ്പിംഗ് കാണിച്ചിട്ട് പിന്നെ അത് കണക്ട് ചെയ്തു. അവിടെ നിന്ന് ഔട്ട് പോയവർ പിന്നെ വരുന്നത് ഫ്രം ദി എയർ. ആ എൻട്രി മാത്രം കുറച്ച് ഒരു ജേർക്കി ആയിപ്പോയി. ഇറ്റ് വാസ് നോട്ട് ഒരു സ്മൂത്ത് എൻട്രി ആയിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ പെർഫോമൻസ് ഇറ്റ് വാസ് വെരി നൈസ്. കുറച്ച് ബുദ്ധിമുട്ടാണ് അത് എന്ന് വെച്ചാൽ രണ്ട് പേരുടെ പൊസിഷനിങ് അങ്ങനെ അതായത് ഒരുമിച്ച് ചെയ്യണം. ഇത് ആദ്യമായിട്ടാണ്. ഇത് കുറച്ച് ചാലഞ്ചിങ്ങുമായിരുന്നു. സാധാരണ രണ്ട് പേര് ചെയ്യുമ്പോൾ യു ക്യാൻ ഗോ ഒരു ഫ്രീഡം ഉണ്ടാവും. ഇതിൽ അങ്ങനെ ഇല്ല. യു ഹാവ് ടു ബി ടുഗെദർ. സയമീസ് ആയതുകൊണ്ട് യു ഹാവ് ടു സ്റ്റിക്ക് ടുഗെദർ. പക്ഷെ പൊസിഷനിങ് പുറകോട്ടും മുന്നോട്ടും പിന്നെ അവിടെ പോയിട്ട് ഓരോരാളായിട്ട് യു ട്രൈഡ് യുവർ ബെസ്റ്റ്. ഒരു സ്റ്റേജിൽ എത്രത്തോളം ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. വെരി ഗുഡ് എഫേർട്ട്. പിന്നെ വേറെ ഒരു റൗണ്ടിൽ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു എനിക്കും ഫിറോസുമായിട്ടും. എന്തായിരുന്നു ആ ചാലഞ്ച്? നല്ല എക്സ്പ്രഷൻ എവിടെയും മറക്കാതെ ചെയ്യണം. മോൻ ചെയ്തു. എക്സ്പ്രഷൻ നന്നായിരുന്നു. ഷമീർ ഓൾസോ ഡിഡ് എ ഗുഡ് ജോബ്. ബട്ട് ദർ വാസ് എ സ്മോൾ ഒരു പൊടിക്ക് ഒരു ക്ലംസിനെസ് ഉണ്ടായിരുന്നു ചെറുതായിട്ട്. ആൻഡ് റെപ്ലിക്ക എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ട ആ ആർട്ടിസ്റ്റ് കോസ്റ്റ്യൂം സ്റ്റൈൽ മുതൽ എല്ലാം നിങ്ങൾ ഒരേപോലെ കൊണ്ടുവന്നു. വെരി ഗുഡ്. യു ജസ്റ്റിഫൈ ദ റൗണ്ട്. നമ്മുടെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു. അതിനായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ട് സെലക്ഷൻ ആയിരുന്നു നിങ്ങളുടെ. വേണമെങ്കിൽ ഒരു സാധാരണ പാട്ട് എടുത്ത് ചെയ്താൽ മതിയായിരുന്നു. ബട്ട് യു വാണ്ട് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് ടു മേക്ക് ഇറ്റ് എ ലിറ്റിൽ ഇൻട്രസ്റ്റിംഗ്. സോ അതിനായിട്ടുള്ള നിങ്ങളുടെ ഈ ഐഡിയ നല്ലതായിരുന്നു.
ഇറ്റ് കുഡ് ഹാവ് ബീൻ എ ലിറ്റിൽ ബെറ്റർ. ഇത് ജസ്റ്റ് ഒരു സജഷൻ ആണ്, നോട്ട് അഡ്വൈസ്, സജഷൻ. ഇറ്റ് കുഡ് ഹാവ് ബീൻ എ ലിറ്റിൽ ബെറ്റർ, ബട്ട് നിങ്ങൾ ചെയ്തത് മോശമല്ല. ദ അറ്റംപ്റ്റ് ഐ ലവ്ഡ് ഇറ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാസ്റ്റർ. വൗ. റോമിയോ ജൂലിയറ്റ്. ഫിറോസ് ഷമീർ മാസ്റ്റർ എല്ലാം പറഞ്ഞു, സെയിം ഒപ്പീനിയൻ തന്നെയാണ്. നിങ്ങളൊരു നമുക്കറിയാം സക്സസ്സിലേക്ക് ഒരു ഷോർട്ട് കട്ട്, ഒരു ഈസി വേ ഇല്ല. ശരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അത് തന്നെയാണ്. ഇങ്ങനെ ഒരു റൗണ്ട് വന്നപ്പോൾ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഏറ്റവും ടഫായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് നിങ്ങളെടുത്തത്. നിങ്ങളുടെ ഒരു റൈറ്റ് ചോയ്സ് ആണ് ഈ ഒരു സോങ്, ഈ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ടുള്ളത്. അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓവറോൾ ഇറ്റ് വാസ് സൂപ്പർ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പെർഫോമൻസ് കാണുന്നത്. നമ്മുടെ ഒരു സ്റ്റേജിൽ നമ്മൾ ഡാൻസ് ചെയ്യാൻ പോലുള്ള നമ്മുടെ ഒരു ഫ്രീഡം, ഇത് വളരെ ലിമിറ്റഡ് ഫ്രീഡത്തിലാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ അടുത്ത ഒരാൾ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ഡാൻസ് ചെയ്യാനായിട്ട് വളരെ ഒരു ഡിസ്റ്റർബൻസ് ആണ്. നിങ്ങൾ ഇത്രയും പ്രാക്ടീസ് ചെയ്ത് തന്നെ ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് വാസ് സൂപ്പർ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലൈല മജ്നു. ഹായ് ഫിറോസ് ഷമീർ. നല്ല പെർഫോമൻസ്, ഗുഡ് പ്രസൻറ്റേഷൻ, വെരി ഗുഡ് ആക്ട് ആണ് ഇത്. അത്രയും അതാ ജോൺ ഇപ്പോൾ പറഞ്ഞില്ലേ, രണ്ടാൾ ഒരുമിച്ച് ഡാൻസ് ചെയ്യണമെങ്കിൽ എത്രയോ ഇടി കിട്ടും പറയും. ബിക്കോസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. ഒരു ഡാൻസിന് പറയുമ്പോൾ 2 പാർട്ട്നേഴ്സ് ഒരുമിച്ച് ഡാൻസ് ചെയ്യണമെങ്കിൽ അത്രയും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. ഇതുപോലെ തന്നെ ഈ സോങ് എടുക്കുമ്പോൾ അത്രയും കഷ്ടം ഉണ്ടാവും. See the same thing what Surya sir did in this song. It was a nice attempt, good try. I loved your performance. Thank you, sir. Mistakes കുറച്ച് കറക്റ്റ് ആണ്. അത്രയുള്ളൂ. താങ്ക് യു. പെട്ടെന്ന് തന്നെ നമുക്ക് മാർക്സിലേക്ക് പോകാം. റോമിയോ ജൂലിയറ്റ് ഔട്ട് ഓഫ് 10. 9.5 out of 10. 9.5 out of 10. Well deserved. ലൈല മജ്നു. 9.5 on 10. 9.5 out of 10. ശാന്തി മാസ്റ്റർ മാർക്ക് എഴുതി. And there Shanti Master ittu marks ittu. I'm 100% sure ഈ ഒരു എഫേർട്ടിന്, ഈ ഒരു ഹാർഡ് വർക്ക് അറിയാം. നിങ്ങൾ ശരിക്കും നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു റൗണ്ടിന്. അത് ഈ സ്റ്റേജിൽ കാണാൻ പറ്റി. താങ്ക് യു സോ മച്ച് ഫിറോസ് ആൻഡ് ഷമീർ. നിങ്ങളുടെ ഈ ഇംപ്രൂവ്മെന്റ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷം തന്നെയാണ്. അടുത്ത റൗണ്ടും ഇതുപോലെ എല്ലാവരെയും ഹാപ്പി ആക്കാം. താങ്ക് യു സോ മച്ച്. Abhangne will go for a short break and be right back only on Premier Footwear. Let's Dance Season 2. मेरी अधूरी प्यास प्यास तू आ गई मन को रास रास अब तो तू मेरी अधूरी प्यास प्यास तू आ गई मन को रास रास अब तो तू आजा पास पास. I appreciate the attempt of yours to do this because ഇതിന് വേണ്ട നല്ല ഒരു സേഫ്റ്റി മെഷറോ അല്ലെങ്കിൽ ഇതിന് വേണ്ട ട്രെയിനിങ് ഒന്നും ഇല്ലാതെ നമ്മൾ ഇതുപോലെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. ഗ്രൂപ്പായിട്ട് കളിക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. പ്ലസ് കോറസ് നീ രണ്ടാൾക്കാരും നിങ്ങൾ ജിഷ്ണുവും പാടിയിട്ടില്ല, സോയദും പാടിയിട്ടില്ല ഫുൾ സോങ്. അവിടെയാണ് പാടിയത്. ഫുൾ സോങ് അത്രയും ഇല്ല. പിന്നെ ഓവറോൾ പെർഫോമൻസ് നോക്കുമ്പോൾ ഇറ്റ് വാസ് എ വെരി ഗുഡ് എനർജി ലെവൽ, ഗുഡ് പെർഫോമൻസ്. ലിറ്റിൽ ബിറ്റ് കോർഡിനേഷൻ ഹാസ് ടു ബി ഡൺ. വെൽക്കം ബാക്ക് ടു പ്രീമിയർ ഫുട്വെയർ. ലെറ്റ്സ് ഡാൻസ് സീസൺ 2 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർ. എനിവേസ് ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ്. പ്ലീസ് വെൽക്കം അഖിൽ ലക്ഷ്മി. ഹായ് വ്യൂവേഴ്സ്, ഇത് ഞങ്ങളുടെ ചലഞ്ചിങ് റൗണ്ടാണ്. 3D ഏരിയൽ ആക്റ്റാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നേ ഞങ്ങളുടെ ഏരിയൽസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ ഇത് വളരെ ഡിഫറെൻ്റ് ആണ്, ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. ഇത്ര 2 പ്രാവശ്യം ചെയ്തതിനേക്കാളും വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിനധികം പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം തീരെ കിട്ടിയിട്ടില്ല. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മണിക്കൂറാണ് ശരിക്കും കിട്ടിയത്. അതും ഇവിടുത്തെ ചാനൽ അനുവദിച്ചതുകൊണ്ട് മാത്രം. സ്റ്റേജിൽ എങ്ങനെയാവും എന്നറിയില്ല, എന്നാലും നമ്മുടെ ബെസ്റ്റ് ലെവൽ നമ്മൾ നോക്കും. താങ്ക് യു. ഹലോ, സുഖം തന്നെ? ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഓൾ സെറ്റ് ടു പെർഫോം ചാലഞ്ച് റൗണ്ട്. വാട്ട് കൈൻഡ് ഓഫ് എ ചാലഞ്ച് ആണ് ഇപ്രാവശ്യം
ഏരിയൽ ആക്ട്. ഓക്കെ, കുറച്ച് കംഫർട്ടബിൾ ആയില്ലേ ഏരിയൽ ആക്ട്? ഇപ്പം കംഫർട്ടബിൾ അല്ല ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ഒരു സ്റ്റാർ ആണ്. അപ്പോ സാധാരണ നമ്മൾ ഏരിയൽ ചെയ്യുമ്പോഴത്തേക്കും റിങ്ങോ ഷോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അത് പൊതുവെ കംഫർട്ടബിൾ ആണ്, പക്ഷെ ഇതില് എഡ്ജസ് ഒക്കെ എങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാ. ഓക്കെ, സോ നിങ്ങൾ ഇനി പെർഫോം ചെയ്യാൻ പോകുന്നത് 3D സ്റ്റാർ ആണ്. എനിവേസ്, പെർഫോം വെൽ ആൻഡ് ബി കെയർഫുൾ. അതാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പെർഫോമൻസ് കഴിഞ്ഞിട്ട് നമുക്ക് കമന്റ്സിലേക്ക് പോവാം. We'll go for a short break and be right back only on Premier Footwear. Let's Dance Season 2. I appreciate the attempt of yours to do this because ഇതിന് വേണ്ട നല്ല ഒരു സേഫ്റ്റി മെഷറോ അല്ലെങ്കിൽ ഇതിന് വേണ്ട ട്രെയിനിങ് ഒന്നും ഇല്ലാതെ നമ്മൾ ഇതുപോലെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. ഗ്രൂപ്പായിട്ട് കളിക്കുമ്പോൾ
കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. പ്ലസ് കോറസ് നീ രണ്ടാൾക്കാരും നിങ്ങൾ ജിഷ്ണുവും പാടിയിട്ടില്ല, സോയദും പാടിയിട്ടില്ല. ഫുൾ സോങ് അവിടെയാണ് പാടിയത്. ഫുൾ സോങ് അത്രയും ഇല്ല. പിന്നെ ഓവറോൾ പെർഫോമൻസ് നോക്കുമ്പോൾ ഇറ്റ് വാസ് എ വെരി ഗുഡ് എനർജി ലെവൽ, ഗുഡ് പെർഫോമൻസ്. ലിറ്റിൽ ബിറ്റ് കോർഡിനേഷൻ ഹാസ് ടു ബി ഡൺ. അഖിൽ ലക്ഷ്മി ഒരു 3D സ്റ്റാർ ഏരിയൽ പെർഫോമൻസ്. ടോട്ടലി നിങ്ങളിപ്പോ ഇവിടെ ഒരു സ്റ്റാർ ആയോ എന്നൊരു സംശയം. ബിക്കോസ് സംശയമല്ല, നിങ്ങൾ സ്റ്റാർ ആണ്. എനിവേസ് വിൽ സ്റ്റാർട്ട് വിത്ത് റോമിയോ ജൂലിയറ്റ് കമന്റ്സ്. Akhil and Lakshmi, it was really superb. Thank you, ma'am. Yes, solra, there is no Hans protection illa. There is no rope protection. There's only believe in Akhil. So kai konjo vetta irundalum slip agum. There's a chance. So in that also, without missing, without the fear, oru bayam illama, it was really super. There's lots of risk factor in this. அகில் மேல இருந்து வெறும் காலால மட்டும் லக்ஷ்மியை லாக் பண்ணிட்டு லக்ஷ்மி கீழே லேண்ட் ஆகிறதுல கொஞ்சம் மிஸ் ஆனா கூட ஷீல் ஃபால் டவுன். ஸோ எங்கேயும் மிஸ் ஆகாம எங்கேயும் எந்த ப்ராப்ளமும் இல்லாம வாஸ் கிரேட் ஆக்சுவலி. வெரி நைஸ். When I saw this, I already thought you have done the same thing in the ring. റിങ് എളുപ്പമാണ് സത്യം പറഞ്ഞാൽ. ரிங் நானும் பண்ணிருக்கேன். ரிங் வந்து கொஞ்சம் பேலன்ஸ் இருக்கும். பட் திஸ் இஸ் லிட்டில் டிஃபரெண்ட். കാൽ എങ്ക് വെച്ചാലും ഇടിക്കും. ഒരു ഐഡിയ കിട്ടൂല എവിടെയാണ് പൊസിഷൻ, ഇത് റോൾ ആയിട്ടേ ഇരിക്കും. സ്റ്റാർ റോൾ ആയിട്ട് എല്ലാം ഒരുപോലെ ഇരിക്കണോണ്ട് എവിടെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടൂല. സോ ദാറ്റ്സ് വെരി ചാലഞ്ചിങ്. വാസ് വെരി നൈസ് ആക്ച്വലി. താങ്ക് യു. സൂപ്പർ. താങ്ക് യു. ലൈല മജ്നു. അഖിൽ ലക്ഷ്മി, ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. താങ്ക് യു. കുറച്ച് എത്ര ഹാർഡായി ഉണ്ടാവും മനസ്സിലാവുന്നുണ്ട്. ബിക്കോസ് തീർച്ചയായിട്ടും പറയുമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈം ഇപ്പം തന്നെ ഇനിയാ പറഞ്ഞു എന്നോട്, അത് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത് ചെയ്യുമ്പോൾ എനിക്ക് അത് പേടിയാണ്, ഗ്രിപ്പ് ഉണ്ടാവില്ല, അതും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ സംസാരിച്ചു. സോ ഇറ്റ് ഈസ് എ റിയലി ഡിഫിക്കൽട്ട് ആക്ട് ബിക്കോസ് ഇറ്റ്സ് ടേണിങ് ഓൾ ദ ടൈം. ഇറ്റ് സ്റ്റാർ ഇസ് ഗോയിങ്. ഇറ്റ്സ് ലൈക്ക് എ 3D സ്റ്റാർ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി യു ഡോണ്ട് നോ ദ പൊസിഷൻ, എവിടെ പോകണമെന്ന് അറിയില്ല. പക്ഷെ അത്രയും പ്രാക്ടീസ് ചെയ്ത് കൊറിയോഗ്രാഫറാണ് ശ്രീജിത്ത്. വെരി ഗുഡ്. പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ 1.5 മണിക്കൂർ ഇവിടെ സ്റ്റേജ് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ചെയ്യാൻ പറ്റിയത്. സത്യം പറഞ്ഞു ഞാൻ കണ്ടു അത് നിങ്ങൾ ചെയ്യുമ്പോൾ മൊത്തം 1.5 മണിക്കൂറാണ് കിട്ടിയിട്ടുള്ളത് പ്രാക്ടീസ് ചെയ്യാൻ. വലിയ സ്റ്റാർ ആയതുകൊണ്ട് ഒരു ഓഡിറ്റോറിയത്തിലും കേറുന്നുണ്ടായിരുന്നില്ല വാതിൽ വഴി. അപ്പൊ ഇന്നലെ ഇവിടുന്ന് തന്ന ഒരു അപ്പോ ഇത് മുൻപ് പ്രാക്ടീസ് ചെയ്തില്ല, സ്റ്റാർ വെച്ച് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഇപ്പൊ തന്നെ ചെയ്തു. ഇന്നലെ രാത്രി കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ വെച്ച്. വെരി ഗുഡ് മെമ്മറി പവറാ നിങ്ങൾക്ക്. എനിക്ക് ആ മെമ്മറി പവർ ഇല്ല. വെരി വീക്ക് ഇൻ മെമ്മറി പവർ. താങ്ക് യു സർ. താങ്ക് യു. So fantastic, beautiful. Thank you. All the best. Akhil and Lakshmi. Mwah, mwah, mwah. Thank you, ma'am. Akhil and Lakshmi. Mwah, mwah, mwah. Akhil and Lakshmi. ഞാനായിട്ട് എന്തിനാ കുറയ്ക്കണേ? ഓക്കേ, ഇനി നമുക്ക് ശാന്തി മാസ്റ്ററുടെ നമുക്ക് ഉമ്മ 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 കിട്ടുമെന്ന് നോക്കാം. ശാന്തി മാസ്റ്റർ, ഇത്രയും പേര് കൊടുത്ത് ഉമ്മയില്ല, ഞാൻ ജോയിൻ ചെയ്യുന്നില്ലപ്പാ. മതി അല്ലേ, നനഞ്ഞു പോയി രണ്ടുപേരും. അഖിൽ ആൻഡ് ലക്ഷ്മി ഫോർ ചാലഞ്ചിങ് റൗണ്ട്. യു ഓൾ ഡിഡ് എ 3D star aerial act. I appreciate the attempt of yours to do this because ഇതിന് വേണ്ട നല്ല ഒരു സേഫ്റ്റി മെഷറോ അല്ലെങ്കിൽ ഇതിന് വേണ്ട ട്രെയിനിങ് ഒന്നും ഇല്ലാതെ നമ്മൾ ഇതുപോലെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. ആൻഡ് എനിക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല, തുടക്കം മുതലേ ലക്ഷ്മിക്ക് ഒരു നല്ല ഒരു ക്വാളിറ്റി എന്താണെന്നറിയോ, എൻ്റെ ലെഗ്, എൻ്റെ ഫുട്ടിൻ്റെ പൊസിഷനിങ്, എൻ്റെ ഹാൻഡിൻ്റെ പൊസിഷനിങ്, ഇറ്റ് വിൽ ബി വെരി ക്ലിയർ ആൻഡ് പെർഫെക്റ്റ് മുളു. വെരി ഗുഡ്. ആൻഡ് ദ വേ യു മെയിൻറ്റെയിൻ യുവർ ഫിസിക് ടു ബി എ ഡാൻസർ, അതും ഒരു നല്ല ക്വാളിറ്റിയാണ്. വെരി ഗുഡ്. കുറവല്ല. അഖിൽ ബൈ ബർത്ത് ഇറ്റ് സെൽഫ് ഇസ് വെരി ഗുഡ് മെയിൻ്റെനൻസ് ഇൻ ഫിസിക് അല്ലേ, നല്ല ഫിസിക്കാണ്. നിൻ്റെ സ്പെഷ്യാലിറ്റി എൻ്റെ തലമുടിയാണ്. പിന്നെ ഇതിൽ എനിക്ക് തോന്നിയത് ഇറ്റ് വാസ് വി ഷുഡ് ഇവിടെ നിന്ന് നമുക്ക് കാര്യങ്ങൾ ഒരുപാട് പറയാൻ പറ്റും. ഇഫ് വി ഹാവ് ടു ഡു ദാറ്റ് ഓൺലി വിൽ നോ ദ ഡിഫിക്കൽറ്റി. ബട്ട് ആസ് എ ജഡ്ജ് ഐ എം ടെലിംഗ് യു, ഒരു കംഫർട്ട്നെസ് ഉണ്ടായിരുന്നില്ല വെൻ യു വേ സ്വിച്ചിങ് ഓൺ ടു പൊസിഷൻസ്.
ദർ വാസ് എ സ്മോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ആ ടൈം ലാപ്സ് നമുക്ക് ഇവിടെ നിന്ന് അടുത്ത ഇതിലേക്ക് പോകാൻ എന്താണെന്ന് വെച്ചാൽ ഒരു പെർഫോമൻസിൻ്റെ ഇടയ്ക്ക് അത് ബ്രേക്കായിട്ട് യു ആർ ഗോയിങ് ടു ദ അതർ പൊസിഷൻ. സോ അതിൻ്റെ ഒരു ടൈമിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് അത് പിടിച്ച് പോകുന്നവരെ നമുക്ക് ആ പാട്ട് വെറുതെ പോയിക്കൊണ്ടിരുന്നു. യു വെർ ഓൺ ടു ദാറ്റ് ബിക്കോസ് യു നീഡ് ടു ഫോക്കസ് ആൻഡ് കോൺസെൻട്രേറ്റ് ഓൺ ടു ദ നെക്സ്റ്റ് പൊസിഷൻ. സോ ആ ഒരു ഫ്ലോ ഇൻ ദ പെർഫോമൻസ് വാസ് മിസ്സിങ് ഫോർ മീ. ഐ അഡ്മിറ്റ് ദിസ് വാസ് ചാലഞ്ചിങ്, ദിസ് വാസ് വെരി റിസ്കി. പിന്നെ ഇങ്ങനെ പുതിയ ഐഡിയാസും പുതിയ ശ്രമങ്ങളും നിങ്ങൾ നടത്തിയില്ലെങ്കിൽ ഞങ്ങളുടെ പ്രോഗ്രാം സക്സസ്ഫുൾ ആവില്ല. So on that side, I really appreciate you all. Thank you, ma'am. But even on this side, you all have to be careful. Thank you. Wish you all good luck. Thank you, ma'am. Thank you, Master. Anyways, marks Romeo Juliet out of 10. 10 on 10. Thank you, sir. 10 on 10. Leila Majnu. 10 on 10. Any commentary from you, Akhil? എഴുതി മടക്കം നോക്കി മടക്കി വീണ്ടും മടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കുന്നുണ്ട്, പോകുന്നു, നോക്കുന്നു, മടക്കി എന്നെ നോക്കി, അരവിന്ദ് നോക്കി, പെട്ടെന്നിട്ടു. പെട്ടെന്നിട്ടു. കഴിഞ്ഞു മാർക്ക്. ഓക്കെ, Okay, ഈ മാർക്ക് എപ്പോഴാണ് നോക്കും? എലിമിനേഷൻ. ഏത് എലിമിനേഷൻ? സെമിഫൈനൽ. ഇല്ല, we don't have a elimination in this level. എന്താണെന്നറിയോ, ഇത് ബിക്കോസ് നമ്മൾ നേരത്തെ എല്ലാവരുടെ മാർക്കും ടോട്ടലിങ്ങും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒരു ത്രിൽ ഉണ്ടാവില്ല, ഈവൻ ഇൻക്ലൂഡിങ് അസ്. മനസ്സിലായോ? ഇപ്പം ഞാൻ മറന്നു, ഇപ്പം ഇത്രയും റൗണ്ട്സിൽ എത്ര മാർക്കാണ് ഓരോരാൾക്കും ഞാൻ കൊടുത്തു എന്നുള്ള കാര്യം തന്നെ ഞാൻ മറന്നു. സോ നമ്മളെല്ലാം ആ ഒരു നിമിത്തം, ആ ഒരു സ്പെഷ്യൽ മൊമെൻറ്റിന് വേണ്ടി കാത്തിരിക്കണം. അത് നമുക്ക് മിസ് ചെയ്യാൻ പാടില്ല. സോ അങ്ങനത്തെ ഒരു സസ്പെൻസിന് വേണ്ടിയിട്ടും അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഒരു ത്രില്ലിംഗ് മൊമെൻറ്റിന് വേണ്ടിയിട്ട് വി ഗോട്ട് ദിസ് ഐഡിയ. ആൻഡ് ഈ ബോക്സ് പൊട്ടിക്കുന്ന ആ ദിവസമായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ഒരു നല്ല ദിവസം, അല്ലേ? ഇറ്റ്സ് എ സെലക്ഷൻ ടു ദി ഫൈനൽ. എനിവേസ്, അഖിൽ, ലക്ഷ്മി, ഈ ഒരു മാർക്ക് ഇപ്പം കുറേ ഉണ്ട്. നിങ്ങളുടെ പ്രീവിയസ് റൗണ്ട്സിൻ്റെയും മാർക്കുണ്ട്. ഫിനാലയിൽ നമുക്ക് നോക്കാം നിങ്ങൾ ഉണ്ടാവോ ഇല്ലയോ. ബട്ട് ഡു യുവർ ബെസ്റ്റ് ടിൽ യു ക്യാൻ. Okay. Anyways, thank you so much. ഈ ഒരു റിസ്കി അറ്റംപ്റ്റ് എടുത്തതിന് തന്നെ താങ്ക്സ് ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു യു ഗൈസ്. Do well in the next rounds. സ്പെഷ്യൽ താങ്ക്സ് അമൃത ചാനലിന് തന്നെയാണ്. ഇത്രയും നല്ല ഒരു പ്ലാറ്റ്ഫോം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പ്ലാറ്റ്ഫോം തന്നെ വിട്ടു തന്നതിന് സ്പെഷ്യൽ താങ്ക്സ്. എല്ലാ പ്രൊഡ്യൂസറാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത വിനുമാഷും പ്രൊഡ്യൂസറുമാണ്. നമുക്ക് പ്രാക്ടീസിന് വേണ്ടി ഒരു അവസരം ഉണ്ടായിരുന്നു. അവർക്ക് സ്പെഷ്യൽ താങ്ക്സ്. താങ്ക് യു അഖിൽ, താങ്ക് യു ലക്ഷ്മി. അങ്ങനെ ഒരു റിസ്കി ആൻഡ് വെരി ചാലഞ്ചിങ് പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ബ്രേക്കിന്റെ ആവശ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. We'll be back after a short break only on Premier Footwear. Let's Dance season. ഗ്രൂപ്പായിട്ട് കളിക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. പ്ലസ് കോറസ് നീ രണ്ടാൾക്കാരും, നിങ്ങൾ ജിഷ്ണുവും പാടിയിട്ടില്ല, സോയദും പാടിയിട്ടില്ല ഫുൾ സോങ്. അവിടെയാണ് പാടിയത്. ഫുൾ സോങ് അത്രയും ഇല്ല. പിന്നെ ഓവറോൾ പെർഫോമൻസ് നോക്കുമ്പോൾ ഇറ്റ് വാസ് എ വെരി ഗുഡ് എനർജി ലെവൽ, ഗുഡ് പെർഫോമൻസ്. ലിറ്റിൽ ബിറ്റ് കോർഡിനേഷൻ ഹാസ് ടു ബി ഡൺ. Welcome back to Premier Footwear. Let's Dance season 2. നിങ്ങളെ ഇനി എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർഫോമൻസും കൂടിയുണ്ട്. ഈ കണ്ടസ്റ്റന്റിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം ജിഷ്ണുദാസ് ആൻഡ് സുഹേൽ. ഹായ്, അടുത്ത നമ്മൾ കയറാൻ പോവാണ് 2000 മലയാളം ഹിറ്റ്സിലെ സീനിയേഴ്സിൽ സോങ്ങാണ് എടുത്തിരിക്കുന്നത്. ആരാമെന്ന് നിറഞ്ഞ് ഗ്രൂപ്പുണ്ട്, അടിച്ചു വിളിക്കാം, സ്റ്റേജ് കാണാം. ഹലോ. ഹായ്. നല്ല സ്മാർട്ട് ആയിട്ടുണ്ട് രണ്ടുപേരും. ഏത് റൗണ്ടാണ്? 2000 മലയാളം മില്ലേനിയം ഹിറ്റ്സ്. മലയാളം മില്ലേനിയം ഹിറ്റ്സ് റൗണ്ട്. ഏത് പാട്ടാണ് സെലക്ട് ചെയ്തത്? സീനിയേഴ്സിലെ ആരാമെന്ന് നിറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ അടിച്ചു പൊളിക്കേ സ്റ്റേജ്. ഗുഡ് ലക്ക്. താങ്ക് യു.
ആരാമം നിറഞ്ഞേ ആഘോഷം തുടങ്ങാം എല്ലാരും മനഞ്ഞാട്ടെ കൂത്താട്ടം പിരിക്കാൻ കൂത്തുമ്പി കുടുംബം ഒന്നോടെ നിറഞ്ഞാട്ടെ ചിരിവള തരിവളയുടെ കലഹം മിഴികളിലുള്ള കനവിനൊരൊളിത്തിളക്കം അറിവുകൾ അനുഭവം അതിസുലഭം മതിലകമിതിലി മനമൊന്നായി പാടാം ആരാമം നിറഞ്ഞേ ആഘോഷം തുടങ്ങാം എല്ലാരും അറിഞ്ഞാട്ടെ കൂത്താട്ടം പിരിക്കാൻ കൂത്തുമ്പി കുടുംബം ഒന്നോടെ നിറഞ്ഞാട്ടെ ആരാമം നിറഞ്ഞേ ആഘോഷം തുടങ്ങാം എല്ലാരും അറിഞ്ഞാട്ടെ കൂത്താട്ടം പിരിക്കാൻ കൂത്തുമ്പി കുടുംബം ഒന്നോടെ നിറഞ്ഞാട്ടെ. ഡൈനാമിക് ഹീറോസ്. ഓ മൈ ഗോഡ്, ഇവിടെ ഒരു ഉത്സവം തന്നെ ആയിരുന്നു അല്ലേ? ഊ, ഓ, എന്തൊരു എനർജി ലെവൽ. റോമിയോ ജൂലിയറ്റ്. സുഹൈദ് ജിഷ്ണുദാസ്, ഇതാണ് ഡാൻസ്. തൃശ്ശൂർ പൂരമൊക്കെ കൊണ്ടുവന്ന് പൊടി പൊടിച്ചേട്ടാ, തകർപ്പനായിരുന്നു. നോ വേർഡ്സ്, നോ കമൻറ്റ്സ്, ഇറ്റ് വാസ് ഓസം. നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടീമാണ് ഹൈലി പ്രൊഫഷണൽ ഡാൻസേഴ്സാണ്. ഒരു ഡൗട്ടുമില്ല, ആദ്യം മുതൽ അവസാനം വരെ വളരെ നന്നായിട്ട് കളിച്ചു. ഇറ്റ് വാസ് ഓസം. ശരിക്കും വളരെയധികം എൻജോയ് ചെയ്ത്, 100% എൻജോയ് ചെയ്ത്. നിങ്ങളും വളരെയധികം ഇൻവോൾവ് ആയിട്ടാണ് ചെയ്തത്. പിന്നെ ഇടയ്ക്ക് ഇച്ചിരി നിങ്ങൾക്ക് അത്ര ലിപ്പ് പിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല, അത് നമുക്ക് മനസ്സിലാക്കാം. എനിക്കൊന്ന് അതൊരു കുറ്റമായിട്ട് പറയുന്നതല്ല. ഇത്രയും ഫാസ്റ്റായിട്ട് ഇത്രയും എഫേർട്ട് കൊടുത്ത് ചെയ്യാൻ നേരത്ത് അങ്ങനെ അത് നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും അത് മാത്രമാണ് ഒരു അല്പം ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. പിന്നെ ലാസ്റ്റ് വന്നിട്ട് ഒരു ഡാൻസറിന് മാത്രം ഒരു 2 സ്റ്റെപ്പ് തെറ്റിപ്പോയി. അപ്പം ഉടനെ എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കി, ഞാൻ ഇങ്ങനെ അപ്പം അത് മാത്രം. അത് പക്ഷെ ഒരു മിസ്റ്റേക്ക് അല്ല. ഓവറോൾ ഇറ്റ് വാസ് സൂപ്പർ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ലൈല മജ്നു. ഞാൻ ശാന്തി മാസ്റ്ററെ ചോദിക്കാൻ പറഞ്ഞാൽ നീ എന്നെ ചോദിക്കണല്ലേ? The master should be, I mean, at the last, you know. ശാന്തി മാസ്റ്റർ, പ്ലീസ് യുവർ കമന്റ്. റീസൺ അങ്ങനെ എന്താണ് റീസൺ ഞാൻ ചുമ്മാ ഒരു ഇല്ല, അത് ചേഞ്ച് എന്തെങ്കിലും അല്ല, കറക്റ്റ് ആ ചേഞ്ച് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ അരവിന്ദരോട് ചോദിക്കുമ്പോൾ അരവിന്ദർ ശാന്തി മാസ്റ്ററുടെ കമന്റ്സ് കേൾക്കണമെന്ന് പറയാൻ ഒരു കാരണം വേണ്ടേ? മാസ്റ്ററുടെ അഭിപ്രായം ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഐ വിൽ ടെൽ. മാസ്റ്ററുടെ ലേണിംഗ് എക്സ്പീരിയൻസ് ഇമ്പോർട്ടന്റ് അല്ലേ? എന്റെ ലേണിംഗ് എക്സ്പീരിയൻസ്, എന്റെ ലേണിംഗ് എക്സ്പീരിയൻസ് മാസ്റ്റർ. വൈ കൺഫ്യൂഷൻ? വൈ യു ആർ തിങ്കിങ് ഓൾവേസ് റോങ്? No, 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 why no, എന്താ no, പ്രശ്നം? no wrong, no wrong. I'll give my comments. Thank you very much. ഇതുപോലെ കേൾക്കണോ? കേട്ടാൽ കടക്കും. ഓക്കെ. 2000 മലയാളം മിലേനിയം ഹിറ്റ്സിന് വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടത്. ഒരുപാട് റൗണ്ട്സിൽ നമ്മൾ റൗണ്ട്സ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുകയാണ്. ക്രിയേറ്റിവിറ്റി, ചാലഞ്ചിങ് അല്ലേ? സോ അങ്ങനെ മ്യൂസിക് വേണം, ക്രിയേറ്റിവിറ്റി വേണം, ചാലഞ്ച് വേണം, പെർഫെക്റ്റ് ഡാൻസിങ് വേണം, ക്ലാരിറ്റി വേണം, എല്ലാം പറഞ്ഞു. ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ് ജിഷ്ണു? ഡാൻസിങ്ങിൽ എനർജി, അതൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഒരു ഡാൻസ് പെർഫോമൻസിൽ കോർഡിനേഷൻ, ദാറ്റ്സ് വൈ വി നീഡ് ഗ്രൂപ്പ് സപ്പോർട്ട്. അങ്ങനെ ഗ്രൂപ്പ് വരുമ്പോൾ that coordination is very, very important. That was there. Yes, and ഇതിനായിട്ട് നിങ്ങൾ കൊണ്ടുവന്ന കോൺസെപ്റ്റ് ആക്ച്വലി എൻ്റെ മനസ്സിനുള്ളിൽ ഇവരെന്താ മലയാളത്തിൽ എല്ലാവരും മല്ലു സിംഗ് എടുത്തു, വേറെ കുറേ പടങ്ങളെടുത്തു, സീനിയേഴ്സ് എന്താ ആരും എടുക്കാത്ത ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഐ തിങ്ക് സോ യു ഹേർഡ് മൈ മൈൻഡ് വോയിസ്. യു ഗോട്ട് സീനിയേഴ്സിൽ നല്ലൊരു അടിപൊളി പാട്ട് നിങ്ങൾ കൊണ്ടുവന്നു. സി 2 കണ്ടസ്റ്റൻസ് ഉള്ളപ്പോൾ എങ്ങനത്തെ പാട്ട് നമ്മൾ സെലക്ട് ചെയ്യണം? അപ്പോൾ ഒരു ഉത്സവം ആഘോഷത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ യങ്സ്റ്റേഴ്സ് എല്ലാം. പക്ഷെ ഇതിൽ എനിക്ക് തോന്നിയ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ടീമായിരിക്കണം, ഈ ഒരേപോലെ കോസ്റ്റ്യൂം അല്ലേ ഒരു ബിക്കോസ് മേ ബി ഈ പെർഫോമൻസിന് വേണ്ടിയിട്ടായിരിക്കും. ദിസ് എ കോർഡിനേഷൻ ഇൻ ദ കോൺസെപ്റ്റ് ഓഫ് യുവർ കോസ്റ്റ്യൂം. വേറെ വേറെ കളർ ടീഷർട്ടാണ്, വേറെ വേറെ പാൻസ് ആണ്, ബട്ട് ഓൺ ദ ഹോൾ ദ ഡിസൈനിങ് ദർ ഇസ് എ സിമിലാരിറ്റി ഇൻ യുവർ കോസ്റ്റ്യൂം ഡിസൈനിങ്.
ദ ഓപ്പണിംഗ് വാസ് വെരി നൈസ്. പിന്നെ വന്നിട്ട് ആ ഡാൻസ്, ആ പാട്ടിൻ്റെ വരികൾ അനുസരിച്ച് നിങ്ങളുടെ എല്ലാം വാസ് സൂപ്പർ. ഒരു കാര്യം, ഗ്രൂപ്പായിട്ട് വരുമ്പോൾ കോർഡിനേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെയാണ് കോറസ് വോയിസ് വരുമ്പോൾ എല്ലാവരും ഒരേപോലെ പാടണം. അതൊരു മിസ്സിങ് ആയിപ്പോയി എനിക്ക് അവസാനം, അല്ലേ? ജിഷ്ണു മിക്കവാറും പാടി. സുഹേദ് പാടിയോ ഇല്ലയോ എന്ന് സുഹേദിനറിയാം. പാടിയോ മോനോ? കുറച്ച്. ഓക്കെ, അതേ മല്ലി നമുക്ക് മാർക്കിൽ കുറച്ച് കുറയ്ക്കാം അല്ലേ കണ്ണ? ഓക്കെ. ഗ്രൂപ്പ് നിങ്ങൾ നന്നായിട്ട് ഡാൻസ് ചെയ്തു. പക്ഷെ കോറസ് വോയിസ് വരുമ്പോൾ യുവർ റെസ്പോൺസിബിലിറ്റി ടു സിങ് ഓൾസോ. അവസാനം ആ ഫുൾ കോറസ് വോയിസ് വരുമ്പോൾ ആരും പാടിയില്ല. That visually it was disturbing me a little. Otherwise എനിക്ക് ഈ റൗണ്ടിൽ നിങ്ങളുടെ കൊറിയോഗ്രാഫി ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ കോർഡിനേഷൻ ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങളുടെ ഡാൻസിങ്, നിങ്ങളുടെ എനർജി എല്ലാം ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാസ്റ്റർ. ലൈല മജ്നു, your comments please. എല്ലാം കിട്ടിയില്ലേ കമൻസ്? ഹാപ്പി ആയില്ലേ? അത്രേ ഉള്ളൂ. ഇറ്റ് വാസ് എ ഗുഡ് പെർഫോമൻസ്. യെസ്, എനിക്കും അതുപോലെ തന്നെ കോർഡിനേഷൻ എനിക്ക് കുറച്ച് ഫീലായി. നിങ്ങളുടെ കോസ്റ്റ്യൂം, ബിക്കോസ് ഓഫ് യുവർ കോസ്റ്റ്യൂം മേ ബി, ഐ ഡോണ്ട് നോ, കളർ ചേഞ്ച് ആയോ എന്തെങ്കിലും. നിങ്ങൾ ഗ്രൂപ്പായിട്ട് കളിക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. പ്ലസ് കോറസ് നീ രണ്ടാൾക്കാരും, നിങ്ങൾ ജിഷ്ണുവും പാടിയിട്ടില്ല, സോയദും പാടിയിട്ടില്ല. ഫുൾ സോങ് അവിടെയാണ് പാടിയത്. ഫുൾ സോങ് അത്രയും ഇല്ല. പിന്നെ ഓവറോൾ പെർഫോമൻസ് നോക്കുമ്പോൾ ഇറ്റ് വാസ് എ വെരി ഗുഡ് എനർജി ലെവൽ, ഗുഡ് പെർഫോമൻസ്. ലിറ്റിൽ ബിറ്റ് കോർഡിനേഷൻ ഹാസ് ടു ബി ഡൺ. അത് മാത്രമാണ്. അതർവൈസ് ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഒരു സൂപ്പർ, ഒരു ഉത്സവത്തിന്റെ ഒരു ഡാൻസ് തന്നെയായിരുന്നു ഇത്. മാർക്സ് റോമിയോ ജൂലിയറ്റ് out of 10. 9.5 on 10. 9.5 out of 10. ലൈല മജ്നു 9 on 10. 9 on 10. Commentary please. എന്താ പറ? അതിലിട്ടോ മാർക്ക് കിട്ടും. Yo. Thank you, Shanti Master. Thank you so much, Suhed, Jishnu and the whole team. You guys were really dynamic heroes. അടുത്ത റൗണ്ടിൽ ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് ചെയ്യാം. Good luck. Thank you. ഷോ അവസാനിക്കുമ്പോൾ എനിക്ക് സങ്കടം തന്നെയാണ്. ബിക്കോസ് ഐ വാണ്ട് ടു സീ മോർ ഓഫ് ദ പെർഫോമൻസസ്. പക്ഷെ എന്ത് ചെയ്യാൻ, ഇറ്റ്സ് ടൈം ടു സേ എ ഗുഡ് ബൈ. I'll meet you next day. This is me, Sija Rose, signing out from Premier Footwear. Let's Dance Season 2. ഞങ്ങളുടെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ വീഡിയോ നോക്കി നമുക്ക് റെഫർ ചെയ്യാം അതുപോലാണോ കളിക്കുന്നത്. അപ്പം ഒരു എന്താ പറയുക, ഒരു 95% നിങ്ങൾ അതുപോലെ തന്നെ ചെയ്ത്. ഓ, ഇതായിരുന്നോ എന്റർടൈൻമെന്റ്? നിങ്ങൾ തുണിയില്ലാതെ ഡാൻസ് ആടിയ അത് എന്റർടൈൻമെന്റ്. ഇത് എങ്ങനെയത്? ആ നാണല്ലേ നിങ്ങൾ രണ്ടുപേർക്കും? கருவில் பிறந்தது ராகம், கவிதை கேளுங்கள், கருவில் பிறந்தது ராகம், നടനം பாருங்கள், இதுவும் ஒரு കുറച്ചൊരു അമെച്യൂരിറ്റി ഉണ്ടായിരുന്നു മൊത്തം ഒരു കൊറിയോഗ്രാഫിയിലും. ഇത് നിങ്ങൾ കൺസീവ് ചെയ്ത പാറ്റേൺ രീതിയിലും ഒരു അമെച്യൂരിറ്റി ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് നോട്ട് അപ് ടു ദി മാർക്ക്.